CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയുള്ള ഹുണ്ടിക കളക്ഷനുകൾ ആരംഭിച്ചു. വഞ്ചി നിക്ഷേപ തുകകൾ സ്വീകരിച്ചാണ് സമ്മേളനത്തിന്റെ ഫണ്ട് കണ്ടെത്തുന്നത്. CPMന്റെ 3154 ബ്രാഞ്ചുകളിൽ നിന്നുമാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത്. 52,600 പാർട്ടി അംഗങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 500 രൂപ നിരക്കിലാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. കൊല്ലം ഈസ്റ്റ് ഏരിയയുടെ കീഴിലുള്ള പള്ളിമുക്ക് ലോക്കൽ കമ്മിറ്റിയിലെ ഭരണിക്കാവ് ബ്രാഞ്ചിന്റെ ഫണ്ട് ഏറ്റുവാങ്ങൽ CPM ജില്ലാ കമ്മിറ്റി അംഗം എക്സ് ഏണസ്റ്റ് നിർവഹിച്ചു. 18 പാർട്ടി അംഗങ്ങളിൽ നിന്ന് 31,436 രൂപയാണ് വഞ്ചി നിക്ഷേപമായി സ്വീകരിച്ചത്. $8,238 രൂപ ഏരിയ കമ്മിറ്റി സെക്രട്ടറി A പുഷ്പരാജനും ഏറ്റുവാങ്ങി. പിന്നീട് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്ത് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ പ്രദേശത്തെ പാർട്ടി ഇവിടുത്തെ പാർട്ടിയാണ്. ബാക്കി പുത്തുനടയിലായാലും തെക്കേക്കുറ്റിയിലായാലും തെക്കേവിളയിലും വിവിധ ഭാഗങ്ങളിൽ പ്രായമുള്ള പാർട്ടിയാണെങ്കിൽ ഇവിടുത്തെ പാർട്ടി ആദ്യത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് വരുന്നത് സജീവാണ്. പുത്തുനടയിലെ വെളിക്കുളങ്ങിലെ സജീവണ്ണനാണ്. ഇരുവരും പാസിയുടെ ചേട്ടന്റെ മകനായിട്ടുള്ള സജീവണ്ണൻ, ഞാനും വെങ്കനും സതിയും അടക്കമുള്ള സജീർ എന്ന് പറയുന്ന അന്നത്തെ DYFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് ഇവിടുത്തെ DYFIയുടെ അന്നത്തെ പ്രവർത്തകർ. അത് ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. SR ശ്രീരംഗനിൽ നിന്ന് 50,200 രൂപ എക്സ് ഏണസ്റ്റ് ഏറ്റുവാങ്ങി. CPMന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 24 സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാനും ഭരണിക്കാവ് ബ്രാഞ്ച് തീരുമാനിച്ചു. ആദ്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് വഞ്ചി നിക്ഷേപങ്ങൾ കൈമാറിയത്. പള്ളിമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗം G ശ്രീകുമാരി അമ്മ അധ്യക്ഷയായിരുന്നു. B ബൈജു, കൗൺസിലർ M സജീവ്, മുൻ കൗൺസിലർ M സലീം, ബ്രാഞ്ച് സെക്രട്ടറി ആദിക്കാട് ഗോപൻ, അഡ്വക്കേറ്റ് KP സജിനാഥ്, കലാകാരന്മാരായ ഗുരുപ്രസാദ് വർമ്മ, കൊല്ലം സുൽഫി, ശംഭു പാർത്ഥസാരഥി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.